നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അമിതമായിട്ടുള്ള രക്തസ്രാവത്തെക്കുറിച്ചാണ്. അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വിഷയം സംസാരിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ SUT റോയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഗിരിജ ഗുരുദാസാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമുക്കറിയാം, സ്ത്രീകൾക്ക് ആർത്തവകാലത്ത് രക്തസ്രാവം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോഴെങ്കിലും ഒരു 2 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസത്തേക്ക് കടക്കുമ്പോഴാണ് ഒരു പേടിയുടെ ഒരു ലക്ഷണം കണ്ടു തുടങ്ങുന്നത്. ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്, അതായത് സാധാരണ സമയത്തുണ്ടാകുന്നതിൽ കൂടുതൽ രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു അസുഖാവസ്ഥയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. സാധാരണ നമ്മളൊരു നോർമൽ മെൻസ്ട്രൽ പീരീഡ് ഒരു 28 ദിവസത്തിലൊരിക്കലാണ് വരുന്നതെന്ന് പറയുമെങ്കിലും ഒരു 20% ആളുകളിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. കറക്റ്റ് 28 വരാറുള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് 28 ± 7 ഡേയ്സ്. അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ 21 ഡേയ്സ്, പ്ലസ് എന്ന് പറയുമ്പോൾ 35 ഡേയ്സ്. അപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ടും 35 ദിവസത്തിനകത്തും വരുന്ന എല്ലാ പീരീഡും നോർമലായിട്ടാണ് കണക്കാക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ 2 ദിവസം, ചിലർക്കത് 2 ദിവസമേ കാണും, ചിലർക്കത് ഒരു 8 ദിവസം വരെ വരും. അപ്പോൾ 2 to 8 ഡേയ്സ് എന്നുള്ളതാണ് നോർമലായിട്ടുള്ള ഇത്. അപ്പോൾ ഒരു 4 ദിവസമാണ്, അതുകൊണ്ട് 5 ദിവസമായി 6 ദിവസമായി എന്നുള്ളതല്ല അതിൻ്റെ കണക്ക്. അപ്പോൾ 2 ദിവസം, ചിലർക്ക് 2 ദിവസമായിരിക്കാം. അപ്പോൾ 2 to 8 ഡേയ്സ് ആണ്. പിന്നെ ഈ 8 ദിവസം എന്നുള്ളതല്ല, ചിലർക്ക് എമൗണ്ട് ഓഫ് ബ്ലീഡിങ് സാധാരണ ഒരു 30 ml ആണ് ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ പോകുന്നതെങ്കിൽ ഇത് വളരെ കൂടുതലായിട്ട്, അതിൽ കൂടുതലായിട്ട് പോകുന്നതും 8 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നതിന് നമ്മൾ അബ്നോർമൽ എന്ന് പറയുക. അതുകൊണ്ട് 1-2 ദിവസം കൂടിയെന്നോ അല്ലെങ്കിൽ 4 ദിവസം എന്നുള്ളത് 6 ദിവസമായി എന്ന് പറഞ്ഞോ അത് നമ്മളൊരു അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആയിട്ട് കണക്കാക്കാം. ചില ആൾക്കാർക്കെങ്കിലും, ചില സ്ത്രീകൾക്കെങ്കിലും ഇപ്പോൾ സാധാരണ 28 ദിവസത്തെ സൈക്കിളിൽ പോകുന്ന ആൾക്കാർ 1-2 മാസങ്ങൾ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ അത് 35 ദിവസത്തേക്ക് വരുന്ന സൈക്കിളോ അല്ലെങ്കിൽ 21 ദിവസത്തേക്ക് വരുന്ന സൈക്കിളിലോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ അതൊരു ചേഞ്ച് ആയിട്ട് കണക്കാക്കണം. ഇല്ല, അത് ചേഞ്ച് അല്ല. ദാറ്റ്സ് എ നോർമൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നോർമൽ ബ്ലീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും പിന്നെ ഓവറി, അണ്ടാശയത്തിൽ നിന്നുള്ള ഹോർമോൺ, അത് കഴിഞ്ഞ് യൂട്രസിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഹോർമോണൽ ഒരു എല്ലാത്തിൻ്റെയും കൂടെ ഒരു സിങ്ക്രണൈസ്ഡ് ആക്ഷനാണ്. അപ്പോൾ അതിൽ ചെറിയൊരു ഓൾട്രേഷനൊക്കെ വന്നാൽ ഡേറ്റും വ്യത്യാസം ഇങ്ങനെ വരും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരുന്നവരെ നമ്മൾ റീഅഷ്വർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് നോർമലാണ്, ഒന്നും വേണ്ടതില്ല. എപ്പോഴാണ് നമ്മളൊരു ഇത് കണക്ക് ഒരു ബ്ലീഡിങ് വരുന്നു, സാധാരണ ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന്, സാധാരണ ഉണ്ടാകുന്ന ആർത്തവ സമയത്തുണ്ടാകുന്ന സാധാരണയുള്ള ബ്ലീഡിങ്ങിൽ നിന്ന് ഒരു ഡോക്ടറെ അടുത്ത് എത്തപ്പെടേണ്ട തരത്തിലേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എപ്പോഴാണ്? ഇപ്പോൾ സാധാരണ മെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ അത് ഫ്ലൂയിഡ് ബ്ലഡ് ആയിരിക്കും. ഇപ്പോൾ പീരീഡിൻ്റെ സമയത്ത് അത് കട്ടയായിട്ടാണ് പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ അതൊരു ഹെവി ബ്ലീഡിംഗ് ആണ്. അത് അപ്പോൾ അതുകൊണ്ടാണ് രക്തം കട്ടയായിട്ട് പോവുകയാണ്. പിന്നെ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് പാഡ് എന്ന് വെച്ചാൽ 5 ദിവസമേ ഉള്ളെങ്കിലും ആ സമയത്ത് ഹെവി ഇതായി. ചിലർ പറയും ഞങ്ങൾക്ക് എഴുന്നേക്കാനേ പറ്റൂല, അത്രയ്ക്ക് ബ്ലീഡിങ് വന്ന് ക്ഷീണമായി ഇങ്ങനെ പോകുന്നു എന്ന് പറയും. അപ്പോൾ അതൊക്കെ അബ്നോർമലാണ്. പിന്നെ നല്ല വയറുവേദന പീരീഡിൻ്റെ സമയത്ത് ഇല്ലാതിരുന്ന, അവർക്ക് ഒരിക്കലും വയറുവേദന ഇല്ലാതിരുന്ന ഒരാളിന് പെട്ടെന്ന് അടുത്ത പിന്നെ പീരീഡ്സിന് തൊട്ട് വയറുവേദന വരുന്നു, അതൊക്കെ നമ്മളെപ്പോഴും അബ്നോർമലായിട്ടാണ് കണക്കാക്കുന്നത്. ചില സ്ത്രീകൾക്കെങ്കിലും ഈ പീരീഡ്സിനോടനുബന്ധിച്ച് അമിതമായിട്ടുള്ള തളർച്ചയും, ചില കുട്ടികൾ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിനൊക്കെ, അതായത് ടീനേജിലുള്ള കുട്ടികളൊക്കെ പലപ്പോഴും തല കറങ്ങി വീഴുന്ന അവസ്ഥ പോലും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പോകാൻ അല്ലെങ്കിൽ ആ ഒരു ദിവസം ലീവ് എടുക്കത്തക്ക തരത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ. അഭിലാഷ് പറഞ്ഞത് വളരെ ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് കാണുന്നത് നമ്മളുടെ എക്സ്ട്രീംസ് ഓഫ് ഏജിലാണ്. ഒരു ടീനേജ് മെനാർക്കി ആദ്യത്തെ പീരീഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ്, ടീനേജ് ഗ്രൂപ്പിലും പിന്നെ മെനോപോസ് ആകാൻ പോകുന്ന ആ ഏജ് ഗ്രൂപ്പിലുമാണ്. ഈ 2 ഗ്രൂപ്പിലുമാണ് ഈ ഹോർമോണലിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ മാതിരി ചില കുട്ടികൾ ഇങ്ങനെ ബ്ലീഡിങ് കൂടുതലായിട്ട് തലകറങ്ങി വീഴാറുണ്ട്. അവർക്കൊക്കെ ഓവുലേഷൻ നടക്കാറില്ല.
അപ്പോൾ ആ പിറ്റ്യൂട്ടറിയും തലച്ചോറിൻ്റെ പിറ്റ്യൂട്ടറി ഹോർമോണും ഈ ഓവറിയും എല്ലാം ഒരു സിങ്ക്രണൈസ്ഡ് ആക്ഷനിൽ എത്തുന്നതിന് മുമ്പാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് വരുന്നത്. അതാണ് നമ്മൾ പറയുന്നത് പീരീഡ് വന്നു കഴിഞ്ഞ് ഒരു 2-3 വർഷം എടുക്കും കുട്ടികൾക്ക് അത് നോർമൽ പീരീഡിലോട്ട് മാറ്റാൻ. ആ സമയത്ത് ഹെവി ബ്ലീഡിങ് ആയിട്ട് വരും. ചിലർക്ക് ഇപ്പോൾ ബ്ലീഡിങ് കൂടുതൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ അതിന് അനുസരിച്ചിട്ടുള്ള ഫുഡോ അയണോ ഒക്കെ കഴിച്ചില്ലെങ്കിൽ വളർച്ചയുണ്ടാകും, അതുകൊണ്ട് ക്ഷീണം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ തളർച്ചയൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും എപ്പോഴും ചോദിക്കാറുണ്ട്, സാധാരണ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് മാസാമാസം ഒരു നിശ്ചിത അളവ് രക്തം നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ രക്തം അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? ഇപ്പം നോർമലായിട്ടുള്ള ഒരു ആളിൻ്റെ ബ്ലീഡിങ് ഇതിന് വേണ്ടിയിട്ട് പോകുന്നതിന് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതൊന്നും കണ്ട. നേരെ മറിച്ച് രക്തം കൂടുതലായിട്ട് പോകുന്ന ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ടീനേജ് ഗ്രൂപ്പ്, അവർക്കൊക്കെ പഠിക്കാൻ ക്ഷീണം കാണും, പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ ഉറങ്ങിപ്പോവും, അങ്ങനെ അതൊക്കെ ഈ വളർച്ച കൊണ്ടുണ്ടാകുന്നതാണ്. അവർക്കെല്ലാം അയൺ സപ്ലിമെൻറ്റ് ആദ്യത്തെ സ്റ്റേജായിട്ട് നമ്മൾ അയൺ സപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് നോക്കി റീഅഷ്യൂർ ചെയ്തേ ഉള്ളൂ. പിന്നെ അതിലും നിൽക്കുന്നില്ല, പിന്നെയും വളർച്ച കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോർമോൺസ് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ ആരുടെ ഇതിലായാലും കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ വളർച്ച വന്നിട്ട് ഈ പറഞ്ഞ എല്ലാ സിംറ്റംസും ഉണ്ടാകും. അവർക്കെല്ലാം അയൺ കേരളത്തിൽ ഒരു വലിയ സമൂഹം ആൾക്കാർക്ക് ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടായിട്ട് കാണപ്പെടുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു പക്ഷേ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായേക്കാം. ഇത്തരം അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൽ ഏതെങ്കിലും രീതിയിലുള്ള മരുന്ന് കഴിക്കുന്നവർക്കോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൽ ഏതെങ്കിലും വേരിയേഷൻ ഉള്ളവർക്കോ ഇത്തരത്തിലുള്ള അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുമോ? തള്ളിക്കളയാനില്ല, അതൊരു മേജർ കോസ് ആയിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഹൈപ്പോ തൈറോയിഡിസം, തൈറോക്സിൻ്റെ ലെവല് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തൈറോക്സിൻ കൊടുത്ത് ഹോർമോൺ ലെവല് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ലെവൽ കുറയുവാണെങ്കിൽ ബ്ലീഡിങ്, എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാകും, പീരീഡ് തെറ്റി വരും. അത് ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും അതൊരു കാരണം തന്നെയാണ്. തീർച്ചയായിട്ടും മാഡം. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും, അതായത് ഒരു ടീനേജോ അല്ലെങ്കിൽ സ്കൂളിൽ ഒരു 10th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അമിതവണ്ണം മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ മൂലമോ ഈ PCOD പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും കുട്ടികൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു കേട്ട അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഒരിക്കൽ പീരീഡ്സ് ആയാൽ 3-4 മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത ഒരു ആർത്തവ ചക്രം ഉണ്ടാകുക എന്ന് പറയുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ആ ഒരു ആർത്തവ ചക്രത്തിൽ തന്നെ ഇങ്ങനെ ഇടവിട്ട് വരുന്ന ആ ആർത്തവ ചക്രത്തിൽ പലപ്പോഴും ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്ങും കുട്ടിക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കില്ല. അവർക്ക് ഈ ഒരു വരുന്ന മാസാമാസമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടുക എന്നുള്ള ചിന്താഗതിയായിരിക്കും പലപ്പോഴും കുട്ടികൾക്കുണ്ടാവുക. അത് ഇപ്പോൾ നമ്മൾ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മൾ കുട്ടികളിൽ ഒരു 30% കുട്ടികളിൽ അത് കാണപ്പെടുന്നു. 30% കുട്ടികളിൽ പ്രോബ്ലമുണ്ട്. അത് ജെനറ്റിക്കലി ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. അത് ജനിക്കുമ്പോഴേ അത് ഉണ്ടെങ്കിലും അത് മാസ്ക് ചെയ്തിരിക്കും. നമ്മളുടെ ഒരു വണ്ണം കൂടി വരുമ്പോൾ, കുട്ടികൾക്ക് വണ്ണം കൂടി വരുമ്പോൾ, അതാണ് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി ഡയബറ്റിസ് ഒക്കെ ഉള്ള ഫാമിലിയിലായിരിക്കും ഇങ്ങനത്തെ ഒരു ഇത് വരുന്നത്. അപ്പോൾ അവരുടെ ഈ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും എല്ലാം വണ്ണം കൂടി വരുമ്പോഴത്തേക്ക് ഇൻസുലിൻ ഉണ്ടാകും, പക്ഷേ ആ ഇൻസുലിൻ ആക്ട് ചെയ്യാനുള്ള ശക്തി കുറയും, റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവരോട് കൂടുതൽ ഇപ്പോൾ നമ്മൾക്ക് ഈ ഹോർമോൺ ഗുളികയൊക്കെ കൊടുത്ത് ഈ ഏജ് ഗ്രൂപ്പിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞ ആ ഒരു പീരീഡ്സ് തുടങ്ങിക്കഴിഞ്ഞ് ഒരു 2-3 വർഷം വരെ ഒരു 2 to 3 months പീരീഡ് വന്നാൽ നമ്മളത് നോർമലാണെന്ന് പറഞ്ഞു വയ്ക്കാറ്. പക്ഷേ അത് തന്നെ ഒരു 18 വയസ്സ് 20 വയസ്സായാലും വണ്ണം കൂടുതലായിരിക്കും, കുറച്ച് ഹെയർ ഗ്രോത്ത് കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് തന്നെ സസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈസ്ട്രോജൻ്റെ തോത് വളരെ കൂടുതലായിരിക്കും.
അപ്പോൾ ഓവുലേഷൻ വരാത്തതുകൊണ്ട് പ്രൊജസ്ട്രോണിൻ്റെ ആക്ഷൻ ഇല്ല. അപ്പോൾ എൻഡോമെട്രിയം യൂട്രസിനകത്ത് ആ ലൈനിങ് ഹൈപ്പർപ്ലേസിയയിലോട്ട് പോകും. അപ്പോൾ അത് ബ്ലീഡ് ചെയ്യാതെ നിന്നിട്ട് ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ആ ബ്ലഡ് സപ്ലൈയേക്കാളും എക്സസ് ആയിട്ട് എൻഡോമെട്രിയം വളർന്നു കഴിയുമ്പോൾ അത് ഷെഡ് ചെയ്യും. അതാണ് 2-3 മാസത്തിലൊരിക്കൽ വരുന്നത്. ഇത് നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ, എന്നുവെച്ചാൽ വെയിറ്റ് റിഡക്ഷൻ എക്സസൈസ് കൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ഭാവിയിൽ വളരെ ദോഷഫലങ്ങളുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പ്രഷർ കൂടുക, ഇത് വെച്ചാൽ പിന്നെ ഓവുലേഷൻ നടക്കാത്തതുകൊണ്ട് കുട്ടികളുണ്ടാകില്ല എന്നുള്ളത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും എന്നുള്ളത് ഒരു പാർട്ട്. മാത്രമല്ല അവർക്ക് ഹൈപ്പർ ടെൻഷൻ, പ്രഷറിൻ്റെ അസുഖം, പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, പിന്നെ യൂട്രസ് ക്യാൻസർ വരാനുള്ള സാധ്യത, പിന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ്, അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്ക് ഭാവിയിൽ വരും. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുത്ത്, അച്ഛനമ്മമാരത് സീരിയസ് ആയിട്ട് എടുത്ത് അവരുടെ വണ്ണം കുറച്ച് പീരീഡ് റെഗുലറൈസ് ചെയ്യേണ്ടത് വളരെ തീർച്ചയായിട്ടും മാഡം. മാഡം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു PCOD ഒരു പ്രധാന കാരണം പോലെ തന്നെ മാഡം പ്രസൻറ്റ് ചെയ്തു. ഈ PCOD അല്ലാതെ മറ്റെന്തൊക്കെ തരം കാരണങ്ങളാണ് ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിനുണ്ടാകുക? ഇപ്പോൾ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. എന്ന് വെച്ചാൽ ഹോർമോണിൻ്റെ ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ബ്ലീഡിങ് ഒരു വശത്ത്, പിന്നെ മറ്റേ വശത്ത് എന്താണെന്ന് വെച്ചാൽ യൂട്രസിനുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് യൂട്രസിനുണ്ടാകുന്ന ഒരു മുഴ, ഫൈബ്രോയിഡ് യൂട്രസ്, അല്ലെങ്കിൽ അഡിനോമയോസിസ് എന്നുള്ള ഒരു കണ്ടീഷൻ, ഓവറിയിലുണ്ടാകുന്ന എൻഡോമെട്രിയോസിസ്, പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഈ 4 കണ്ടീഷനിലാണ് നമ്മൾ സാധാരണ എക്സസീവ് ബ്ലീഡിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. നേരെ മറിച്ച് വേറൊരു ഗ്രൂപ്പ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് അങ്ങനെ 2 ടൈപ്പായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് വരുന്നതെന്നുള്ളത് നോക്കിയിട്ട് വേണം അവർക്ക് ട്രീറ്റ്മെൻറ്റ് എന്ത് കൊടുക്കണം എന്നുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ അവരുടെ പാരമ്പര്യമായിട്ട് തന്നെ അല്ലെങ്കിൽ ജനിതകപരമായിട്ട് തന്നെ ഹെവി ബ്ലീഡിങ്, അതായത് നല്ല രീതിയിലുള്ള രക്തം പോകുന്ന രീതിയിലുള്ള പീരീഡ്സുകൾ അല്ലെങ്കിൽ ആർത്തവ ചക്രങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അത്തരക്കാർ തന്നെ ഉണ്ടോ നമ്മുടെ സമൂഹത്തിൽ? ജനിതകമായിട്ടെന്ന് പറയാൻ ഇല്ല. നേരെ മറിച്ച് ഇപ്പോൾ ജീൻസ് എന്തെങ്കിലും ബ്ലീഡിങ് അബ്നോർമാലിറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട്, ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ചില ഇതില്ലാത്തത് കൊണ്ട്, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ബ്ലഡ്, ഇപ്പോൾ നമ്മൾ പീരീഡ്സ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടാണ്, പിന്നെ യൂട്രസ് കൺട്രാക്ട് ചെയ്തിട്ടാണ് ഈ ബ്ലീഡിങ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്ക്, ജനിതകമായിട്ടുള്ള കുട്ടികൾക്ക്, അവർക്ക് ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്ത് ക്ലോട്ട് വന്ന് കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും മാഡം പറഞ്ഞു നേരത്തെ യൂട്രസിൻ്റെ പ്രശ്നങ്ങൾ, അതായത് യൂട്രസും അനുബന്ധ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ബ്ലീഡിങ് പ്രശ്നങ്ങൾ, അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ലൈഫ് സ്റ്റൈലുമായിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം അത്തരത്തിലുള്ള അത് യൂട്രസുമായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കും? അല്ല, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലമേഷൻ യൂട്രസിനും അതിൻ്റെ സർവീസ് ചുറ്റുമുള്ള സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിനും വരുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത്. നാച്ചുറലി അത് ഇൻഫെക്ഷനാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അസെൻഡിങ് വരണം, ഹൈജീൻ കുറവ്, അങ്ങനത്തെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ, ഇതിനെ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ അതേമാതിരിയല്ല, ഇത് നമ്മളുടെ ഇൻഡിവിജ്വൽ ഹൈജീനിൻ്റെ ഒരു പ്രോബ്ലമായിട്ടാണ് അത് വരുന്നത്. അതല്ലാതെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് വരാൻ പറയാം. തീർച്ചയായിട്ടും ഒരു അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുക? അത് കഴിഞ്ഞ് അതിൻ്റെ ചികിത്സയുടെ പ്ലാനിങ് പ്രകാരമായിരിക്കും? അല്ല, അപ്പം നമ്മൾ ഡയഗ്നോസ് ചെയ്യാനും നമ്മൾ ബാക്കി കണ്ടീഷൻസൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ നാച്ചുറലി ഹീമോഗ്ലോബിൻ്റെ ലെവലാണ്, വളർച്ച എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് ഈ ബ്ലീഡിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കാണിക്കുന്ന ഒരു ഇത്. പിന്നെ നമ്മൾ എക്സാമിനേഷൻ, പേഷ്യൻറ്റിനെ പരിശോധിക്കുക, യൂട്രസിന് മുഴകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ നമുക്കിപ്പോൾ ഫൈബ്രോയിഡ് ആണോ, ചോക്ലേറ്റ് സിസ്റ്റ് ആണോ, എൻഡോമെട്രിയോസ് ആണോ, അഡിനോമയോസിസ് ആണോ, പെൽവിക് ഇൻഫ്ലമേഷൻ ആണോ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോർമോണൽ പ്രശ്നങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ. ബാക്കിയെല്ലാം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഫൈബ്രോയിഡ് ആണെങ്കിൽ നമ്മൾ അതിനോടുള്ള ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും. ചോക്ലേറ്റ് സിസ്റ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ
പിന്നെ ഇതൊന്നും ഇല്ലാതെയാണ് ഇവരുടെ ബ്ലീഡിംഗ് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ പിന്നെ ഹോർമോണൽ അബ്നോർമാലിറ്റി കൊണ്ടാണ് ഇതെന്നുള്ളത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും. തീർച്ചയായിട്ടും മാഡം, ഒരിക്കൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസോ അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസോ ഒക്കെ ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു യൂട്രസ് സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അഡിനോമയോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് നടക്കുക? പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് ഒരു ഡയഗ്നോസ്റ്റിക് ലാബ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തരത്തിലുള്ള സർജറി ചിലപ്പോൾ വേണ്ടി വരും എന്നുള്ള ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ യഥാർത്ഥത്തിൽ? ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിക്ക് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിന് ഒരു പ്ലേസ് ഇല്ല. പിന്നെ നമ്മൾ അൾട്രാസൗണ്ടിന് ഒരു മേജർ റോളുണ്ട്. അൾട്രാസൗണ്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഇതിനകത്തുള്ള എന്താണ്, ചിലപ്പോൾ ഈ യൂട്രസിനകത്തുള്ള പോളിപ്പുകളായിരിക്കാം, അപ്പോൾ അതിന് ചിലപ്പോൾ ഹിസ്ട്രോസ്കോപ്പി ചെയ്യേണ്ടി വരും. അല്ലാതെ ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിക്ക് ഇവിടെ ഒരു റോളില്ല. പിന്നെ നമ്മൾ ഈ കണ്ടീഷൻസൊക്കെ എക്സ്ക്ലൂഡ് ചെയ്ത് ഫൈബ്രോയിഡ്, പെൽവിക് ഇൻഫ്ലമേഷൻ അതെല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് പിന്നെ ഉള്ളത് നമ്മൾക്ക് ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ടീനേജ് പിള്ളേർക്കൊക്കെ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിൽ നമ്മൾ ഒരിക്കലും ഒരു സർജിക്കൽ പ്രൊസീജിയറിലോട്ട് നമ്മൾ പോകില്ല. പിന്നെ ചെറിയ കുട്ടികളാണല്ലോ. നേരെ മറിച്ച് എക്സ്ട്രീംസ് ഒരു 45-50 വയസ്സായ ഒരാളിനാണ് എക്സസീവ് ബ്ലീഡിങ്, ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ക്യാൻസർ ആകാനുള്ള സാധ്യത കൂടുതലാണ് ആ ഏജ് ഗ്രൂപ്പിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാൻസർ ഇല്ല എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് എൻഡോമെട്രിയം സാമ്പിൾ ചെയ്ത് നോക്കണം അതിനകത്ത് ക്യാൻസർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാം, കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ചികിത്സിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കാലതാമസങ്ങളും എടുക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ വളരെ കാലം ചികിത്സ വേണ്ടി വരുന്നുണ്ട്? അല്ല, ഈ ചെറിയ കുട്ടികൾക്ക് വളരെ കാലം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ കുട്ടികളിൽ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് വരുമ്പോഴത്തേക്കും നമ്മൾ അവർക്കൊരു ബ്ലീഡിങ് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യണം, വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തിട്ട് അങ്ങനെ ഡയഗ്നോസ് ചെയ്താൽ ട്രീറ്റ്മെൻറ്റ് ഈ ബ്ലീഡിങ്ങിൻ്റെ ട്രീറ്റ്മെൻ്റ് അല്ല. തീർച്ചയായിട്ടും ആ ബ്ലഡ് ഡിസോർഡർ എന്താണ്, ക്ലോട്ട് ചെയ്യാത്ത ഫാക്ടർ എന്താണെന്നുള്ള അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചെറിയ കുട്ടികളിൽ തൈറോയിഡ്, നേരത്തെ പറഞ്ഞ മാതിരി ഹൈപ്പോതൈറോയിഡിസം ഒരു കോസാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിന് കാലതാമസമൊന്നും ആവശ്യമില്ല. അതിന് ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റിനുള്ള ഹോർമോൺസും ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വളരെ കാലതാമസമുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ പറയാറ്. തീർച്ചയായിട്ടും മാഡം. അതുപോലെ ഈ PCOD ഉള്ള പ്രശ്നമുള്ള കുട്ടികളിൽ പലപ്പോഴും അമ്മയാകാനായിട്ടുള്ള, അതായത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ അത്തരം വരുന്ന സാഹചര്യങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യുക? ഇപ്പോൾ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഓവുലേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈസ്ട്രഡയോൾ എന്നുള്ള ഹോർമോണാണ് ഫീമെയിൽ ഹോർമോൺ. ആ ഹോർമോണാണ് ഒരു അണ്ടാശയത്തിൽ നിന്ന് ഒരു അണ്ടം മെച്ചുർ ചെയ്ത് ഒരു 18 മില്ലിമീറ്റർ സൈസ് എത്തുമ്പോഴാണ് ഇത് ഓവുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ലൂട്ടനൈസിങ് ഹോർമോണിൻ്റെ ലെവല് മാക്സിമം ആയി കഴിഞ്ഞാലേ ഈ ഫോളിക്കിൾ ഓവുലേറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഒരു ഫോളിക്കിൾ ഇപ്പം സാധാരണ ഒരു ഫോളിക്കിളാണ് മെച്ചുർ ചെയ്ത് വരുന്നത്. ഇവിടെ ഒരു ഫോളിക്കിളും മെച്ചുർ ചെയ്യൂല. ഫോളിക്കിൾസ് എല്ലാം 10 മില്ലിമീറ്ററിന് താഴെ സൈസിൽ വന്നിട്ട് അറസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓവുലേഷൻ നടക്കുന്നില്ല. പ്രധാനമായിട്ടും ഈ ആൻഡ്രോജനിക് ഹോർമോൺസ് കൊണ്ടാണ്. ഈ ഈസ്ട്രോജനിക് എൻവയൺമെൻറ്റ് ഉണ്ടെങ്കിലേ ഈ ഫോളിക്കിൾ മെച്ചുർ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലമാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ കുട്ടികൾ വേണം എന്ന് വിചാരിക്കുമ്പോൾ ഇവർക്ക് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യണം. നമ്മൾ ഡ്രഗ് കൊടുത്തിട്ട് ആ ഫോളിക്കിളിനെ ഒരു 18 മില്ലിമീറ്റർ സൈസാക്കി മെച്ചുർ ചെയ്ത് ഓവുലേഷൻ നടത്താനുള്ള അതിൻ്റെ ഹോർമോണും കൊടുത്ത് അത് ഓവുലേറ്റ് ചെയ്യുമ്പോൾ അവർ പ്രഗ്നൻ്റ് ആകും. അതുപോലെ തന്നെ ഈ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് വരാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള സാധ്യതയുണ്ടോ? അത് ഇപ്പം കറക്റ്റായിട്ട് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ 21 ഡേയ്സിലാണ് കൊടുക്കുന്നത്. അപ്പോൾ 21 ഡേയ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് ഒരിക്കലും ഒരു അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് വരില്ല, ബ്ലീഡിങ് ഇൻ ബിറ്റ്വീൻ വരില്ല. ഇപ്പോൾ 21 ദിവസം എടുക്കുന്നതിന് പകരം അവർ ചിലപ്പോൾ മറന്നു പോകും,
ചിലപ്പോൾ പിൽസ് എടുക്കാൻ മറന്നു പോകും. അങ്ങനെയൊക്കെ ഉള്ള അവർക്ക് ഇടയ്ക്ക് വിത്ഡ്രോയൽ ബ്ലീഡിങ്ങും ഇതുമൊക്കെ വരും. അല്ലാതെ റെഗുലറായിട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് നിർത്തുമ്പോഴാണല്ലോ സാധാരണഗതിയിൽ വരുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് ബ്ലീഡിങ് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 6 മാസം 1 വർഷം കോൺട്രാസെപ്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ട് പിന്നെ അത് നിർത്തുകയാണെന്ന് വയ്ക്കുകയാണെങ്കിൽ ചിലർക്കൊരു പോസ്റ്റ് പിൽ അമിനോറിയ എന്ന് പറയും. നിർത്തിക്കഴിഞ്ഞാലും അവർക്ക് പീരീഡ് വരില്ല, കുറേ നാളത്തേക്ക് ബ്ലീഡിങ് അങ്ങനെ കാണാതിരിക്കും, പിന്നെ ഹെവി ബ്ലീഡിങ് ആയി. മാഡം നേരത്തെ പറഞ്ഞു പ്രായമായവരിൽ, അതായത് മെനോപോസ് അടുത്ത് വരുന്ന സ്ത്രീകളിൽ ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം സ്ത്രീകളും അപ്പോൾ അവർക്കൊക്കെ അറിയാം ഇത് കണക്ക് ഇപ്പോൾ മെനപ്പോസ് ആവാനുള്ള സമയമായി, കുറച്ചൊക്കെ ഈ അബ്നോർമൽ തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടാകാം എന്നുള്ള തരത്തിൽ സഹിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. മാഡം നേരത്തെ പറഞ്ഞുകൊണ്ടുണ്ടായി ഒരു ക്യാൻസറസിൻ്റെ അല്ലെങ്കിൽ ക്യാൻസർ വരുന്ന കുറച്ച് സ്ത്രീകളിലെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പുകാർ എത്രത്തോളം ഇത് സീരിയസ് ആയിട്ട് എടുക്കണം? ഇപ്പോൾ നമ്മൾക്ക് അറിയാം, ഇപ്പം യൂട്രൈൻ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനത്തെ സ്റ്റേജിൽ വരും. അപ്പോൾ ചോദിക്കുമ്പോൾ അവർക്ക് അബ്നോർമൽ ബ്ലീഡിങ് ഉണ്ട്, അത് പീരീഡ് നിൽക്കാൻ പോകുന്നതിൻ്റെ ആണെന്ന് വിചാരിച്ചു എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ പീരീഡ് നിൽക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ 30 ദിവസത്തിലൊരിക്കൽ വന്നുകൊണ്ടിരിക്കുന്ന ആളിന് 35 45 50 അങ്ങനെ താമസിച്ച് വരും. പിന്നെ 3-4 ദിവസം പീരീഡുള്ള ആൾ ചിലപ്പോൾ അത് കുറഞ്ഞ് 2 ദിവസമാകും, 1 ദിവസമാകും, അങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഈ പീരീഡിൻ്റെ സൈക്ലിസിറ്റി കൂടി വരും, ഫ്ലോ കുറഞ്ഞു വരും. അതാണ് നോർമൽ ഒരു പാറ്റേൺ. അങ്ങനെ കുറഞ്ഞു വന്നിട്ടാണ് പീരീഡ് നിൽക്കുന്നത്.